الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ആദരണീയരായ വിശ്വാസികളെ, റഹ്മാനും റഹീമും ഗഫൂറും വദൂദുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒറ്റപ്പെടുന്ന രഹസ്യ ജീവിതത്തിൽ സൂക്ഷിച്ച് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമാധാനം തകർത്ത് കളയുന്ന പല പല കാരണങ്ങളിൽ ഒന്ന് യുദ്ധങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിദേശ രാഷ്ട്ര നേതാക്കന്മാർക്ക് സൽബുദ്ധി നൽകുകയും, നമ്മുടെയൊക്കെ ജ്യേഷ്ഠാനുജന്മാർ, മാതാപിതാക്കൾ പലരും വിദേശത്തുണ്ട്, അവർക്കൊക്കെ അല്ലാഹു സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് കഅബ തവാഫ് ചെയ്യുക. ഒരു ഹജ്ജ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ പഴക്കം ചെന്ന പാരമ്പര്യമുള്ള പണ്ഡിതനാണ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന പ്രത്യേകമായ ചില സ്ഥലങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തവാഫിനിടയിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. ഹജ്ജ് ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെ പോലെയുള്ള ഒരു ശ്രോതാവ് എഴുന്നേറ്റ് ചോദിച്ചു, മക്കൾ മരിക്കാൻ വേണ്ടിയും അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുന്നു? ഇതൊരു അനുഭവമാണ്, കഥയല്ല. അപ്പൊ ഈ ഹജ്ജ് ക്ലാസ് എടുക്കുന്ന പണ്ഡിതൻ ഞെട്ടി, മക്കൾ മരിക്കാൻ വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? അദ്ദേഹം പറഞ്ഞു, സ്വീകരിക്കില്ല. അപ്പോൾ ഈ ശ്രോതാവിന്റെ ചോദ്യം, നിങ്ങൾ തന്നെയല്ലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞത്? ഹജ്ജ് ക്ലാസ് എടുക്കുന്ന പണ്ഡിതൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ഒരുപക്ഷെ മക്കൾ മരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ മക്കളെ കൊണ്ട് അത്രമാത്രം നരകിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് തിരിച്ചു പ്രാർത്ഥിച്ചുകൂടെ ആ മക്കളെ സ്വാലിഹീങ്ങളാക്കണമെന്ന്? ഹജ്ജ് ക്ലാസ് കഴിഞ്ഞു ഈ ശ്രോതാവിനെ പതിയെ വിളിച്ചു. ഈ പണ്ഡിതൻ എന്താണ് കാരണം അന്വേഷിച്ചപ്പോൾ 3 മക്കൾ, മുതിർന്ന മക്കളാണ്, വിവാഹം കഴിഞ്ഞ മക്കളാണ്. പക്ഷെ 3 മക്കളെ കുറിച്ച് മക്കളുടെ തിന്മകൾ, മക്കളുടെ ചെയ്തികൾ കാരണം വാപ്പാക്ക് തല പൊക്കി നടക്കാൻ കഴിയുന്നില്ല നാട്ടിൽ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വാപ്പ ആലോചിച്ചിട്ട് ചോദ്യം ചോദിച്ചു പോയതാണ്. ഇവിടെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വിലമതിക്കാനാവാത്ത കുറെ അനുഗ്രഹങ്ങളുണ്ട്. ഞാനും 4 മക്കളുടെ ഒരു പിതാവാണ്. ഇതിലും അങ്ങനെ തന്നെയാണ് ഏകദേശം ആളുകൾ. അതിന് പലതും നമ്മൾ എണ്ണി എണ്ണി പറയും. അതിൽ വലിയ അനുഗ്രഹമാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ അത് സംസാരിക്കുന്നത് ചോദിച്ചാൽ, അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, അഫ്ളലുൽ ഉലൂമി ഇൽമുൽ ഹാൽ.
ഏറ്റവും നല്ല അറിവ് സാന്ദർഭികമായ അറിവാണ്. നമ്മുടെ മക്കളുടെ വിദ്യാലയങ്ങൾ അടച്ചു, വെക്കേഷൻ തുടങ്ങി, കൂടുതൽ സമയവും അവർ നമ്മുടെ കൂട്ടത്തിലാണ്. നല്ല ജാഗ്രത, ശ്രദ്ധ, ലാളനം എല്ലാം വേണ്ട സന്ദർഭമാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അല്പസമയം നിങ്ങളുമായി സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയതും ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. പ്രവാചകന്മാരായ ആളുകൾ മുഴുവൻ ഏതെങ്കിലും ഒരു നബിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് കുറെ സമ്പത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം സമ്പത്തില്ലെങ്കിലും ദരിദ്രനായി ജീവിക്കാം, പക്ഷെ മനസ്സിന് സമാധാനം ഉണ്ടാവും. പക്ഷെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ ശൃംഖല പരിശോധിച്ചു നോക്കിയാൽ അവരെല്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ മുഴച്ചു നിൽക്കുന്നത് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയാണ്. കേവലം സന്താന സൗഭാഗ്യവുമല്ല. ഖുതുബയുടെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചല്ലോ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊല്ലങ്ങളോളം നടന്ന പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്ത്. അള്ളാഹുവേ, എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്താനേ. പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്താനേ എന്ന് മാത്രമല്ല, ഉടനെ തന്നെ പ്രാർത്ഥിക്കുന്നു, വമിൻ ദുർരിയ്യതി, എന്നെ മാത്രം നിസ്കാരം നിലനിർത്തുന്നവരിൽ നീ ഉൾപ്പെടുത്തിയത് കൊണ്ട് കാര്യമായില്ല, എന്റെ സന്താനങ്ങളെയും നീ അതിൽ ഉൾപ്പെടുത്താൻ. നോക്കൂ, എപ്പോഴാണ് ഒരു പ്രാർത്ഥന വരിക? മനസ്സിന്റെ ഉള്ളിൽ അവരെ കുറിച്ചുള്ള കൃത്യമായ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് ഉള്ളു പൊട്ടി ബാഹ്യമായി പുറത്തേക്ക് പ്രാർത്ഥന വരും. മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥന കഴിഞ്ഞില്ല. അദ്ദേഹം തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക, എന്നെയും എന്റെ സന്താനത്തെയും. അന്ന് ഒരു മോനെ ഉണ്ടായിട്ടുള്ളൂ, ഇസ്മായിൽ എന്ന കുട്ടി. ഇസ്ഹാഖ് ജനിച്ചിട്ടില്ല. എന്നെയും എന്റെ സന്താനത്തെയും വജഅൽനാ മുസ്ലിമീന ലക, നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. നമ്മൾ ഇഷ്ടംപോലെ കൈ ഉയർത്താറുണ്ട്. ഇതുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. എന്നെയും എന്റെ മക്കളെയും അതിൽ ഉൾപ്പെടുത്തണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞില്ല. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന എടുത്തു പറയുന്നു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബതൻ. അല്ലാഹുവേ, എനിക്ക് മക്കളെ തരണമെന്നല്ല, ദുർരിയ്യതൻ ത്വയ്യിബതൻ, നല്ല സന്താനത്തെ നൽകണം. എന്നാൽ മക്കളും നല്ല സന്താനവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. നല്ല സന്താനത്തിന് വേണ്ടി പ്രവാചകന്മാർ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അവർക്ക് നല്ല സന്താനത്തെ കൊടുക്കൂ. എന്നിട്ടും നോക്കൂ അവരുടെ പ്രാർത്ഥന. സക്കരിയ നബി മുഅ്മിനീങ്ങളുടെ അടയാളം എണ്ണി പറഞ്ഞിട്ട് ചില പ്രാർത്ഥനകൾ മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള പറഞ്ഞു. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടത്. അതിന്റെ ആശയം നോക്കൂ. സൂറത്ത് ഫുർഖാൻ 74. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും ഖുർറത അയുൻ, കൺകുളിർമ നൽകാൻ. എന്താ ഈ കൺകുളിർമ പറഞ്ഞാൽ? പറയാൻ കഴിയില്ല. ചില ഭാഷകളിൽ, അറബി ഭാഷകളിലുള്ള ചില പദങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ല. ഖുർറത അയുൻ എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം, വാപ്പ അങ്ങാടി നിന്ന് വർത്താനം വന്നിരിക്കുക, ബാങ്കിന്റെ ശബ്ദം കേട്ടു. വാപ്പാക്ക് 2 മക്കളാണ്, ജ്യേഷ്ഠനും അനുജനും. ബാങ്ക് കൊടുത്തപ്പോ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് ഇരുന്നു. പള്ളിയുടെ തൊട്ട് മുന്നിലാണ് പോകേണ്ടത്. വാപ്പ അവിടെ ഇരിക്കുക. ബാങ്ക് കൊടുത്ത് തന്റെ മക്കൾ പള്ളിയുടെ ഗേറ്റ് തുറന്ന് കയറുന്ന സമയത്ത് ഇത് വാപ്പ കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ, അതിനാണ് കൺകുളിർമ എന്ന് പറയുന്നത്. വിശദീകരിക്കാൻ കഴിയില്ല. കോളേജ് വിട്ടു പല കുട്ടികളും വരുന്നുണ്ട്. ചിലരുടെ തലയിലൊക്കെ തട്ടം പകുതിയുണ്ട്, ചിലരൊന്നും തട്ടം ഇട്ടിട്ടില്ല. എന്നാൽ വാപ്പ ആ സ്ഥാപനത്തിന്റെ മുന്നിൽ എവിടെയോ ഒരു ദിക്കിൽ നിന്നുകൊണ്ട് വെറുതെ ഇങ്ങനെ നിന്ന സമയത്ത് തന്റെ മകൾ മഫ്ത ധരിച്ച്, മുടി അല്പം പോലും കാണാതെ, കണ്ണ് നിയന്ത്രിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വാപ്പാക്കുണ്ടാകുന്ന മാനസികാവസ്ഥയെക്കാൾ കൺകുളിർമ എന്ന് പറയാം. അങ്ങനെയുള്ള സന്താനത്തെ എനിക്ക് നൽകണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു ഭാര്യമാരെയും. അല്ലെങ്കിൽ നോക്കിയൊക്കെ വീട്ടിൽ കലഹങ്ങളായി, വീട്ടിൽ യുദ്ധങ്ങളായി, ഭർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നില്ല, ഉമ്മമാർക്കാണെങ്കിലും അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ തോന്നില്ല, എപ്പോഴും നീറി പുകയുന്ന മനസ്സായിരിക്കും. അതുകൊണ്ടാണ് നബിമാരുടെ പ്രാർത്ഥനയുടെ മുന്നിൽ തന്നെ വെച്ചു ഭാര്യമാരെയും മക്കളെയും നല്ലവരാക്കാൻ,
നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന ഒരു പാഠവും ഇതിലുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയും ഭാര്യമാരെയും സ്വാധീനിക്കുന്നത് ഉൾപ്പെടുത്തട്ടെ. ശരി, എന്താണ് ഇതിന് മാർഗം? ഇസ്ലാം പറഞ്ഞു തരുന്ന 3 മാർഗങ്ങൾ നമ്മൾ ആഗ്രഹിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മക്കളും ഭാര്യമാരും നമ്മുടെ നിയന്ത്രണത്തിലല്ല എങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. സമ്പത്ത് അട്ടിയായി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. അങ്ങാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആളുകളുടെ നേർക്ക് ഫേസ് ടു ഫേസ് ആയി സംസാരിക്കാൻ കഴിയില്ല. കാരണം മനസ്സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ ഇവരെ വളർത്തിയെടുക്കാൻ 3 നിർദ്ദേശങ്ങൾ പറയുന്നു. അതിലൊന്ന് നമ്മൾ നന്നാവലാണ്. ഒന്നാമത്തെ നിർദ്ദേശം നമ്മൾ നന്നാവുക. രാവിലെ സുബഹിക്ക് നിങ്ങൾ എഴുന്നേൽക്കാറില്ലേ? ജമാഅത്ത് നിസ്കാരത്തിൽ ടാപ്പ് തുറന്നപ്പോ അഴുക്ക് വെള്ളമാണ് വരുന്നത്. എന്താ നമ്മൾ ചെയ്യുക? വേഗം അടുത്ത പൈപ്പ് തുറന്ന് അതിലും അഴുക്ക് വെള്ളമാണെങ്കിലോ ഒന്നുകൂടി തുറന്നു നോക്കൂ. അതിലും അഴുക്ക് വെള്ളമാണെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഏണി വെച്ച് മേലെ കയറി നോക്കും. ടാങ്ക് എങ്ങനെയുണ്ട്? ടാങ്കിലേക്ക് നോക്കിയപ്പോ അവിടെ മലിന വെള്ളമാണ്, ചെളിവെള്ളമാണ്. എന്താ ചെയ്യുക? വേഗം ടാങ്ക് വൃത്തിയാവും. ടാങ്കുകളാണ് നമ്മൾ, പൈപ്പുകളാണ് മക്കൾ. നമ്മിൽ എന്താണോ ഉള്ളത് അതേ മക്കളിൽ നിന്ന്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിരന്തരമായ ഉത്ബോധനങ്ങൾ, നിരന്തരമായ മക്കളോടുള്ള നിർദ്ദേശങ്ങൾ, വയലുകൾ, ഇതൊന്നും ഒരുപക്ഷെ വലിയ ഫലം ചെയ്യണമെന്നില്ല. ഫലം ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ മാതൃകയാവും. നമ്മൾ ടാങ്കുകളായാൽ മക്കൾ അതിലൂടെ വരുന്ന വെള്ളം വളരെ ശുദ്ധമായിരിക്കും. നിങ്ങൾ ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടില്ലേ? ആ സൂറത്തുൽ കഹ്ഫിൽ മൂസാ നബിയും ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം തമ്മിൽ യാത്ര പോകുന്നുണ്ട്. യാത്ര പോകുമ്പോൾ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പലതും ചെയ്യുന്നുണ്ട്. മൂസാ നബി ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം എന്താണ്? ഖുർആൻ പറയുന്നുണ്ട്, വളരെ അടിവരടാണ്. ഈ നിൽക്കുന്ന ഞാനങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം. 10 കൊല്ലം അവരെ ഉപദേശിക്കുന്നതിനേക്കാൾ വലിയ മാറ്റം ഈ വിഷയത്തിലുണ്ടാവും. എന്താ ഒരു കാര്യം ചെയ്യുന്നത്? പൊളിഞ്ഞു വീണ മതില്, ആ മതില് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം റെഡിയാക്കി കൊടുക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യം, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്കൊരു ആതിഥ്യ മര്യാദ പോലും അവർ കാണിച്ചില്ലല്ലോ. നമ്മൾ വിശന്നു, ഭക്ഷണം ചോദിച്ചു, ആ വീട്ടുകാർ തന്നില്ല. എന്നിട്ടും ആ വീട്ടുകാരുടെ മതില് പൊളിഞ്ഞു കിടക്കുന്നു, നിങ്ങൾ ശരിയാക്കി കൊടുക്കുന്നു. എന്തേ കാരണം? ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, ഹൃദയത്തിൽ ചില്ലുകൂട്ടിലിട്ട് സൂക്ഷിക്കേണ്ടതാകുന്നു. ഞാൻ ഈ മതില് ശരിയാക്കി കൊടുക്കാനുള്ള കാരണം ഈ 2 കുട്ടികളുടെയും വാപ്പ നല്ല വാപ്പയായിരുന്നു. എന്തിനാ അങ്ങനെ അവർ ശ്രമിച്ചത്? ഒരു പിടുത്തം കിട്ടിയില്ല എനിക്ക് ആയത്ത് വായിച്ചപ്പോ. എന്തിനാ? ഞാൻ ആ മക്കളുടെ മതിൽ ശരിയായി കൊടുത്തത് മക്കൾ യത്തീമായിട്ടാണ് എന്നല്ല പറയുന്നത്. ഈ 2 യത്തീം കുട്ടികളുടെ ഉപ്പ സ്വാലിഹീങ്ങളായിരുന്നു. അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, മക്കൾ നന്നാവാനുള്ള അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് മാതാപിതാക്കൾ നന്നാവുക എന്ന്. ഒരു ഉദാഹരണം പറയാം. വാപ്പ ബുള്ളറ്റ് എടുത്തു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ചെറിയ കുട്ടി വാപ്പച്ചി വിളിച്ച് കരയാണ്. അപ്പൊ എന്താ ചെയ്യുക? സാധാരണ ഉമ്മമാർ ചെയ്യുന്ന പതിയെ എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞിട്ട്, മോനെ ആ സാധനം എടുത്തു വാ, ഉപ്പ ഇവിടെ തന്നെ നിൽക്കാം, നിന്നെ കൂട്ടിയിട്ട് പോകും എന്ന് പറയും. മോൻ എന്ത് ചെയ്യും? അടുക്കളയിലേക്ക് പോകും. അപ്പൊ ഉമ്മ എന്താ പറയുമ്പോൾ നിങ്ങളുടെ പോയിക്കൂടെ? ആ കുട്ടി പഠിച്ചു വെക്കുന്നു, എന്റെ വാപ്പ കളവ് പറയുന്ന സ്വഭാവമുള്ള ആളാണ് എന്ന്. ആ ഇളം പ്രായത്തിലുള്ള കുട്ടി മനസ്സിലാക്കുന്നു, എനിക്ക് വഞ്ചിക്കാം. അത് വാപ്പയിൽ നിന്ന് പഠിക്കുന്നു, ഉമ്മയിൽ നിന്ന് പകർത്തുന്നു. അതുകൊണ്ട് പിന്നീട് വളർന്നു വരുന്ന കുട്ടികളൊക്കെ വഞ്ചനയും കളവും പറ്റിക്കലുമായിട്ട് നടക്കുന്നു. പ്രധാന കാരണം നമ്മളാണ്. നമ്മൾ വളരെ ഓരോ നോട്ടും ഓരോ ചിന്തയും നമ്മുടെ ഓരോ പ്രവൃത്തികളും നന്നായി കഴിഞ്ഞാൽ മക്കളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ആ റൂട്ടിലേക്ക് മക്കൾ വരുമെന്നതിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, അവരുടെ വാപ്പ മക്കളായിരുന്നു എന്നതാ, അവരുടെ വാപ്പ സ്വാലിഹീങ്ങളായിരുന്നു എന്നതാണ് മതില് ശരിയായി കൊടുക്കാൻ പറഞ്ഞ ഒരു കാരണം. അള്ളാഹു അങ്ങനെയുള്ള മാതാപിതാക്കൾ നമ്മൾ ഉൾപ്പെടുത്താൻ കഴിയട്ടെ. പരത്തി വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്, ടെക്സ്റ്റുകൾ മാത്രം മുന്നിൽ വെക്കുന്നു. രണ്ടാമതായി മനമുരുകി പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, കാബ തവാഫ് ചെയ്യുമ്പോൾ തിരിച്ചും പ്രാർത്ഥിക്കാമായിരുന്നു അദ്ദേഹത്തിന്, എന്റെ മക്കളെ നന്നാക്കണേ. മനമുരുകി പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി. ഏത് അതിരുവിട്ട രീതിയിൽ ജീവിക്കുന്ന ആളാണ് അങ്ങനെ പ്രാർത്ഥിക്കണം. സുദൈസ് അറിയാത്ത ആളെല്ലാവരും സുദൈസിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ കണ്ണൻ ചിപ്പിച്ച് വായിക്കുന്ന ചരിത്രമുണ്ട്. ഇപ്പോൾ ഹറമിലെ ഇമാം മേധാവിയായ സുദൈസ് ഭയങ്കര കുരുത്തപ്പെട്ട മോനായിരുന്നു സുദൈസ്. അപ്പോ ഉമ്മ അദ്ദേഹത്തെ കുരുത്തക്കേടിന്റെ പരിധി വിട്ടപ്പോ ഉമ്മ ദുആ ചെയ്യും. എന്താണ് ഉമ്മാന്റെ പ്രാർത്ഥന?
എന്റെ മോനെ നീ ഹറമിലെ ഇമാമാക്കണമെന്ന്. ഉമ്മാന്റെ പ്രാർത്ഥനയാണത്. എന്റെ മോനെ നശിപ്പിക്കണമെന്നല്ല. കുരുത്തക്കേടുകൾ വർദ്ധിക്കുന്ന സമയത്തൊക്കെ എടുത്തു നോക്ക് സുദൈസിന്റെ ചരിത്രം. വിശാലമായി പല സോഷ്യൽ മീഡിയകൾ നമുക്ക് കിട്ടും ഉപയോഗിക്കുന്നവരാണെങ്കിൽ. എന്റെ മോനെ നീ ഹറമിലെ ഇമാമാക്കണേ, അള്ളാഹു സ്വീകരിച്ചില്ലേ? അതുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള അതിരുവിട്ട സംസ്കാരത്തിന് അടിമപ്പെട്ട മക്കളാണെങ്കിലും അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് നന്നാക്കും. ഇബ്നുൽ മുബാറക് അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ്, മുഹദ്ദിസാണ്. ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു മോനുണ്ട്, അലി എന്നാണ് പേര്. അലി. ഇബ്നു മുബാറക് എന്താ ചെയ്യാന്ന് വെച്ചാൽ മോനിക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യും. മോന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിസ്കാരത്തിൽ അകത്തും നിസ്കാരത്തിന് പുറത്തും ഹജ്ജിലും ഉംറയിലും ഒക്കെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൂടെയുള്ള ആളുകൾ കാണും. ഈ കൂടെയുള്ള ആളുകൾ പിന്നീട് ചരിത്രം പറയുമ്പോൾ പറഞ്ഞു, ഖൈറുൻ നാസി അൽ ഫുളൈൽ ഇബ്നു അയ്യാദ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ആൾ ഫുളൈൽ ഇബ്നു അയ്യാദ് ആണ്. ഏത്? ഈ വാപ്പ. എന്നിട്ട് അടുത്ത വാചകം കേൾക്കേണ്ടതാണ്, വ ഖൈറുൻ മിൻ ഇബ്നിഹി അലി. എന്നാൽ ഫുളൈലിനേക്കാൾ ഏറ്റവും നല്ല ആൾ അദ്ദേഹത്തിന്റെ മകനായിരുന്നു. വാപ്പാന്റെ പ്രാർത്ഥന കൊണ്ട് വാപ്പയുടെ സ്ഥാനത്തേക്കാൾ അള്ളാഹു ഉയർത്തി മകനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ മക്കൾക്ക് വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിക്കണം. അള്ളാഹു ഒരു നിരക്കും വാപ്പാന്റെ മോനെ പ്രാർത്ഥന തട്ടിക്കളയില്ല. ഏത് സന്ദർഭങ്ങളിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ, സക്കരിയ നബി പ്രാർത്ഥിച്ചതുപോലെ, മറ്റു നബിമാർ പ്രാർത്ഥിച്ചതുപോലെ അള്ളാഹു ആ തരത്തിൽ നമ്മുടെ മക്കളെ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് വിജയിക്കുന്നവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്, മക്കളെ സത്യത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടണം. മാതാപിതാക്കൾ നന്നാവുക, പ്രാർത്ഥന വർദ്ധിപ്പിക്കുക, സത്യത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടുക മക്കളെ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, മക്കളും സന്താനങ്ങളും ഉപകരിക്കാത്ത ദിവസം. പരലോകം ഉപകരിക്കും ആർക്ക്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖുർആൻ എടുത്ത് പറഞ്ഞവർ ഖൽബുൽ സലീമായിട്ട് റബ്ബിനെ കണ്ടുമുട്ടിയ ആളുകൾക്ക് മക്കളും ഉപകരിക്കും, സമ്പത്തും ഉപകരിക്കും. അല്ലെങ്കിൽ മക്കൾ വേറെ, സമ്പത്ത് വേറെ, ഒന്നും ഉണ്ടാവില്ല. കാലിച്ചാക്കുമായി പരലോകത്ത് പോകേണ്ടി വരും. ഖൽബുൽ സലീമായിട്ട് റബ്ബിനെ കണ്ടുമുട്ടണം. അവിടെ ഇബ്നു കസീർ വലിയ ഖുർആൻ വ്യാഖ്യാതാവാണ്. അദ്ദേഹം പറഞ്ഞു, ഖൽബുൻ സലീമായിട്ട് റബ്ബിനെ കണ്ടുമുട്ടിയവർക്ക് മക്കളും സമ്പത്തും ഉപകരിക്കും. എന്താ ഈ ഖൽബുൻ സലീം കിട്ടാനുള്ള മാർഗം? രണ്ട് മാർഗങ്ങൾ. ഒന്ന്, ഹൈതു അൻഫഖ മാലഹു മിനൽ ബിർരി, കിട്ടിയ ധനം അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുക, മനസ്സിന് സമാധാനം കിട്ടും. ഈ സദസ്സിൽ പിശുക്കന്മാരുണ്ടെങ്കിൽ, കയ്യും മെയ്യും മറന്ന് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ നല്ലതാണ്. കൊടുക്കുന്ന ആൾക്ക് മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടും. എപ്പോഴും പിശുക്ക് വെക്കുന്ന ആളുകൾക്ക് സമാധാനം കിട്ടൂല. അള്ളാഹുവിന്റെ ഖുർആൻ സത്യം അങ്ങനെയാണ്. സത്യസത്യമായി ഖുർആൻ പറയാം. മനസ്സിന് സമാധാനം കിട്ടാൻ ഹൈതു അൻഫഖ മാലഹു മിനൽ ബിർരി, കിട്ടിയ ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുക. രണ്ട്, വഅർശദ ബനീഹി ഇലൽ ഹഖ്, മക്കളെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടുക. വെക്കേഷൻ സമയമാണ്. ഇഷ്ടം പോലെ അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തും ഒക്കെ അനുസരിച്ച് നല്ല നല്ല ക്യാമ്പുകളുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് ചേർക്കണമെന്നല്ല, നല്ല നല്ല ക്യാമ്പുകളിലേക്ക് ചിലപ്പോൾ നിങ്ങൾ അവരെ പറഞ്ഞു വിട്ടാൽ ഒരു മൈക്രോ സെക്കൻഡിൽ അവർ കേൾക്കുന്ന നിർദ്ദേശം കാരണം മിന്നൽ പിളർപ്പ് പോലെ ഒരു പക്ഷെ അവർക്ക് മാറ്റം വന്നേക്കാം. അവർ നല്ലവണ്ണം ഉപയോഗിക്കുക. ഈ 2 മാസം മക്കൾ നമ്മുടെ കൂടെ തന്നെ. ഏറ്റവും കൂടുതൽ മക്കളെ നശിപ്പിക്കുന്ന വയനാട് ജില്ലയിൽ ഒരു മുട്ടിൽ എന്നൊരു സ്ഥലമുണ്ട്. മുട്ടിൽ, കൽപ്പറ്റക്കപ്പുറത്ത്. ഇന്നലെ 22 വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്തു. തൊട്ട് റമദാനിന്റെ മുമ്പ് പിണങ്ങോട് 14 വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്തു. ആരും മുസ്ലിമീങ്ങളാണ്. പക്ഷെ നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ട് മുസ്ലിം ആത്മഹത്യ കുറവായിരുന്നു. പക്ഷെ ഇന്ന് സാർവത്രികമായി മറ്റ് സമുദായങ്ങളെയൊക്കെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു. കാരണം എന്താ? ഇതാണ്. എങ്ങനെ ആത്മഹത്യ ചെയ്യണം ഇത് പഠിപ്പിച്ചിരുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ എങ്ങനെ ഉപകരണം എവിടുന്ന് വാങ്ങണം സോഷ്യൽ മീഡിയ പഠിപ്പിച്ചിരുന്നു. ഏത് രീതിയിൽ ആത്മഹത്യ ചെയ്യണം, എങ്ങനെയാണ് കക്കേണ്ടത്, കട്ട സാധനം എങ്ങനെയാണ് ഒളിപ്പിച്ചു വെക്കേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് ഓടി മറയേണ്ടത്, ഇതൊക്കെ കൃത്യമായി നമ്മുടെ മക്കളുടെ കയ്യിലുള്ള മൊബൈൽ കൃത്യമായവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്ബോധനം, ഒപ്പം ലാളന, സ്നേഹം, നിരന്തരമായ തർബിയത്ത് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് സഹോദരന്മാരെ ഇനിയുള്ള ഈ മാസങ്ങളിൽ. നല്ല ശ്രദ്ധ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു കണ്ണ് എപ്പോഴും കുടുംബത്തിന് തിരിച്ചു വെച്ചിരുന്നു. നബിയായിട്ട് പോലും
നമ്മുടെ ഒരു കുടുംബത്തിൽ തന്നെ അവർക്ക് സ്നേഹം കൊടുക്കണം, കരുണ കൊടുക്കണം, വാത്സല്യം കൊടുക്കണം. അതോടൊപ്പം ദീനിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എന്ന നിരന്തരമായ ജാഗ്രതയും ശ്രദ്ധയും നമ്മിൽ നിന്ന് ഉണ്ടാവണം. അള്ളാഹു ആ തരത്തിൽ ജീവിച്ച് നല്ല രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന മാതാപിതാക്കളും മക്കളുമായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى ال محمد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുകയും നമ്മൾക്ക് ഈ ലോകത്തും പരലോകത്തും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവസാന സ്വർഗത്തിൽ നമ്മോടൊപ്പം ഉണ്ടാകുന്ന മക്കളെ, ഭാര്യമാരെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുകയും നിലനിർത്താൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. എല്ലാ ആളുകൾക്കും നിർബന്ധമായ കാര്യമാണ് നമുക്കറിയാം. രാജ്യത്ത് ഭരണാധികാരികൾ മാറി മാറി വരുമ്പോൾ അത് പഞ്ചായത്താവണം, പഞ്ചായത്ത് അല്ലാത്തതാവണം. നമ്മുടെ ഒരവകാശം രേഖപ്പെടുത്താം. അത് വ്യക്തിപരമായി നമ്മൾ നിർബന്ധമായി കാണേണ്ട കാര്യം. ഇപ്പോഴും നിങ്ങൾ പറയും, നിങ്ങളൊരു കൊയിലാണ്ടിയിലെ ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്തെ ഒരു കണക്കെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷെ വോട്ടൊന്നും ചെയ്യണ്ട, എന്തിനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ ഉമ്മമാരുണ്ടാവും. നേരെ മറിച്ച് ഇലക്ഷന്റെ ദിവസങ്ങൾ നോക്കി നമ്മേക്കാൾ കൂടുതൽ ദീർഘവീക്ഷണമുള്ള പല ആളുകളും സ്വന്തം വാഹനത്തിൽ ഓരോ മുക്കുമൂലകളിൽ നിന്നും തേടിപ്പിടിച്ച് ഫ്രീ ആയി കൊണ്ടുപോയി വോട്ട് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പറയും. കാരണം അവർക്ക് കൃത്യമായ ഒരു രാഷ്ട്രത്തെ കുറിച്ച് ബോധമുണ്ട്. നമ്മൾ സാധാരണ പറയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസൊക്കെ മുന്നിൽ വെച്ചിട്ട് രാജ്യത്തോട് അമിതമായ സ്നേഹം ഉണ്ടാകും. മുഹമ്മദ് നബിയുടെ സുന്നത്ത് അതാണ്, അങ്ങനെയാണ്. അപ്പൊ നമ്മൾക്ക് നിർബന്ധമായ ഒരു ബാധ്യതയിൽപ്പെട്ടതാണ് ഇനി വരുന്ന ഭരണാധികാരികൾ ആരാവണം. വല്ലാതെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരു വികസനം എന്ന് പറഞ്ഞാൽ റോഡ് വികസനമല്ല, രാജ്യത്തുള്ള ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഏറ്റവും വലിയ വികസനം അതാണ്. ഇടക്കിടക്ക് കലാപങ്ങൾ, യുദ്ധങ്ങൾ, മതത്തിന്റെ നിയമങ്ങൾ ഇടക്കിടക്ക് ചോദ്യം ചെയ്യാം, കോടതികളിൽ കയറേണ്ടി വരിക, ഈ അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ ജനം പൊറുതി വിട്ടും യുദ്ധത്തിലേക്ക് പോകും. നിരന്തരമായ അക്രമങ്ങൾ ഉണ്ടാവും, കലാപങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ വിരലടയാണ്. ഖുർആൻ പറഞ്ഞല്ലോ, വായക്ക് ശീലവും ഭരണവും മുദ്രവും സംസാരിക്കാൻ കഴിയില്ല. കൈകൾ സംസാരിക്കും. ഏതെങ്കിലും നിരീശ്വര നിർമ്മിത രാജ്യത്ത് ഒറ്റുകൊടുക്കുന്ന അല്ലെങ്കിൽ പൊതുമുതൽ മുഴുവൻ കട്ടുപിടിക്കുന്ന മനുഷ്യന്മാരെയോ അല്ലെങ്കിൽ അത്തരത്തിൽ നേതാക്കന്മാർക്കും സ്ഥാനത്ത് വരാൻ പാടില്ല. നമ്മൾ നിർബന്ധമായിരിക്കുന്നതാണ്. നമുക്ക് സ്വസ്ഥമായി, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം. തമ്മിലടിപ്പിക്കുന്ന ഭരണാധികൾ വരരുത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായി വകവെച്ച് കൊടുക്കുന്ന ആളാവണം. നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ നിസ്കരിക്കാൻ, മറ്റ് മതവിഭാഗങ്ങൾക്ക് അവരുടേതായ ആരാധന ചെയ്യാൻ അതിന് അവകാശമുണ്ടാകും. ഇടക്കിടക്ക് പള്ളിയുടെ അടിത്തറ തോട്ടാനുള്ള ചിന്താഗതിയുള്ള ഭരണാധികാരമാവരുത് നമ്മുടെ ഭരണാധികാരികൾ. അതുകൊണ്ട് കൃത്യമായ കൂടിയിരുന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ പ്രത്യേകിച്ച് അവിടെയാണ് മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ചിഹ്ന ഭിന്നമായി പോകുന്ന മുസ്ലിം വോട്ടുകൾ. കാരണം ഓരോ വ്യക്തികൾക്കും തോന്നുന്ന ഓരോ കാര്യങ്ങളാണ്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെടും. ഈ ലോകത്ത് ഈ രാജ്യത്ത് ജീവിക്കാൻ തന്നെ നമുക്ക് സാധിക്കുമെന്നതിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ സംശയമാണ്. അങ്ങനൊന്നും ആവാതിരിക്കണമെങ്കിൽ കൃത്യമായ എല്ലാവിധ നമ്മുടെ വഴക്കുകളും വക്രാണങ്ങളും രാഷ്ട്രീയ വിരോധങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുക, ഇദ്ദേഹത്തിന് ചെയ്താൽ എന്ത് നേട്ടം രാജ്യത്തിന് കിട്ടും, ന്യൂനപക്ഷത്തിന് എന്ത് നേട്ടം കിട്ടും, ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പരലോകത്ത് വരുമ്പോ മൃഗങ്ങൾക്ക് വാല് മുളക്കുന്ന സ്ഥലമുണ്ടല്ലോ, കുരങ്ങന്മാർക്കൊക്കെ വാല് മുളക്കുന്ന സ്ഥലം, ആ വാല് മുളക്കുന്ന സ്ഥലത്ത് അനീതി കാണിക്കുന്ന, അധർമ്മം കാണിക്കുന്ന ഭരണാധികാരികൾക്ക് ഒരു വാൽക്കുറ്റി ഇങ്ങനെ ഉണ്ടാവും, വാൽക്കുറ്റി ഉണ്ടാവും. നേതൃത്വം ഏറ്റെടുക്കുക പറഞ്ഞാൽ ചെറുക്കാർ മനസ്സിലാവും, പേടിക്കേണ്ട കാര്യമാണ്. ഇന്ന് അതിനുവേണ്ടി അടിപിടിയല്ലേ, കസേര കിട്ടിക്കഴിഞ്ഞാൽ എന്താ റാഹത്താണ്. അതുകൊണ്ട് ഏറ്റവും പേടിക്കേണ്ട കാര്യമാണ് നേതാക്കന്മാരും നമ്മളും.
വിരലുകൾ അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി പറയുന്ന ദിവസം വരാൻ പോകുന്ന കൃത്യമായ ബോധ്യം ഇലക്ഷന് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തിലൊക്കെ മുസ്ലിം ഉമ്മത്തിന് ഐക്യം പ്രദാനം മാറാവട്ടെ. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങളോട് അനീതി കാണിക്കുന്ന ഭരണാധികാരികളെ അള്ളാഹുവേ ഞങ്ങളിലേക്ക് നിയോഗിക്കണം റഹ്മാനെ. റഹ്മാനായ അള്ളാഹു ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ മാത്രം കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്ന അധികാരികൾ, ഭരണാധികാരികളെ അള്ളാഹുവെ ഞങ്ങളിലേക്ക് നിയോഗിക്കാൻ റഹ്മാനെ. വിദേശ രാഷ്ട്രങ്ങളിൽ കഷ്ടതയിലും ബുദ്ധിമുട്ടിലും അനുഭവപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. സമാധാനം കൊടുക്കണം റഹ്മാനെ. സ്വസ്ഥത കൊടുക്കണം റഹ്മാനെ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആ ഒരു നല്ല ചിന്ത ഭരണാധികാരികൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രാജ്യം പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥയിൽ അള്ളാഹു ഞങ്ങൾക്ക് നീ കാവൽ നൽകണം റഹ്മാനെ. اللهم ربنا عليك توكلنا واليك انبنا واليك المصير. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا عليك توكلنا واليك انبنا واليك المصير. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداءك واعداء الدين يا ذا الجلال والاكرام. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين.